നമസ്കാരം. ടീറ്റയുടെ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അതിനായി ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ച് ഇവിടെ കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കാർഡുകൾ നമ്മളോട് എന്താണ് പറയുന്നത് എന്നൊന്ന് നോക്കാം. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ അത് സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഈ ലക്ഷണങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കേൾക്കാൻ തയ്യാറാവുക. അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങിലേക്കൊന്ന് പോകാം. ഇതിൽ വന്നിരിക്കുന്നത് നമുക്ക് മെയിനായിട്ടും നിങ്ങളെ ശത്രുക്കൾ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ശത്രുദോഷം ഇതിനകം നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. ആ ശത്രുവിൻ്റെ എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ ബാധിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ഇതിനകം ശത്രുക്കൾ അല്ലെങ്കിൽ ശത്രുബാധ ബാധിച്ചിട്ടുണ്ട്, ശത്രുക്കൾ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് അകാരണമായ ഭയം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, മനസ്സിന് ഭാരം, തലയ്ക്കൊരു മാതിരി ഒരു മന്ദത പോലെ, ഒന്നും പ്രവർത്തിക്കാൻ വയ്യ, വിഷമസ്ഥിതിയിലിരിക്കുക, മൊത്തം സ്റ്റക്കായ സിറ്റുവേഷനിലോട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നു എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അതിന് വ്യക്തമായ പരിഹാരം പറയാം. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും നിങ്ങളെ ഒരു ശത്രു ചെയ്ത പ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയിലൂടെയോ ഒന്നും തന്നെ നിങ്ങളെ നശിപ്പിക്കാൻ, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ, നിങ്ങളെ പൂർണ്ണമായിട്ടും തടഞ്ഞു വയ്ക്കാനോ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയ ആ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളെ ഒന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ നിങ്ങളെ ബാധിച്ചിട്ടില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലവിൽ നിങ്ങളെ ഇത് പൂർണ്ണമായിട്ടും ബാധിക്കാതിരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ വിശ്വാസങ്ങളും ഒക്കെ തന്നെയാണ്. നിങ്ങൾ ഇനിയും ബ്ലാക്ക് മാജിക് എനർജി പോലുള്ളതിൽ നിന്ന് ശുദ്ധീകരണം നടത്തേണ്ടത് ഉണ്ട് എന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കിപ്പോൾ നിലവിൽ മനപ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിധിപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. 3 മതത്തിൽ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇവിടെ ഞാൻ പറഞ്ഞു തരാം. 1, ഹിന്ദുമത ആചാരപ്രകാരമാണെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, അവിടെ വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ സോൾവ് ആകും. ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണെങ്കിൽ ഏതെങ്കിലും മാതാവിൻ്റെ പള്ളിയിൽ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, അവിടെ വഴിപാടുകൾ നടത്തുക, ഒരു 45 മിനിറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്ലാം മതപ്രകാരമാണെങ്കിൽ ഏതെങ്കിലും ദർഗ സന്ദർശിച്ച് അവിടെ ചെയ്യേണ്ട വഴിപാടുകൾ, പള്ളികളിലൊക്കെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണും. ചിലപ്പോൾ അവിടെ പട്ട് കൊടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ സാമ്പ്രാണി തിരി കൊടുക്കുന്ന ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് പ്രാർത്ഥിക്കുക, ഒരു നേർച്ച നൽകുക, നന്നായി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതിൽ ഇപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി, അതിനെ നിങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. നിങ്ങളിൽ നല്ലൊരു എനർജി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഈശ്വരൻ തന്ന അല്ലെങ്കിൽ പ്രപഞ്ചം നൽകിയ ഒരു വരദാനമാണ്. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറണം എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം, ഡെത്ത് കാർഡ് വരുന്നതുകൊണ്ട് ഒരു പുതിയ തുടക്കവും കൂടിയാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി നല്ല ഒരു ജീവിതമാണ് ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക, വഴിപാടുകളൊക്കെ കഴിക്കുക, മുന്നോട്ട് പോവുക. താങ്ക് യു.